മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം ആദിലയ്ക്കും നൂറയ്ക്കും ചെറിയ രീതിയിലുള്ള പേടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഗെയിം അവരുദ്ദേശിച്ച രീതിക്കല്ല പോകുന്നതെന്നും അവർക്ക് മനസ്സിലായി തുടങ്ങി. ഇന്നലെ ലാലേട്ടൻ ഇവരോട് ഗ്രൂപ്പ് കളിയെക്കുറിച്ചും ഇവരുടെ ഷാനവാസിനോടുള്ള ആംഗ്ല പെങ്ങൾ ബന്ധത്തെക്കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു ഭയം തുടങ്ങിയിരിക്കുന്നത്. നൂറ എന്നിട്ട് ആദിലയോട് പറയുന്നത് നോ മോർ ഇൻവെസ്റ്റ്മെന്റ് അനുമോൾ, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അതായത് അനുമോളുമായിട്ട് ഇനി മുതൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. പുറത്ത് ചെന്നിട്ട് നമുക്ക് ജെനുവിനായിട്ടുള്ള ഫ്രണ്ട്സ് ആകാം. ചിലപ്പോൾ പുറത്ത് ചെല്ലുമ്പോൾ അനുമോള് നമ്മളെ മൈൻഡ് പോലും ചെയ്യില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഫേക്കാണോ ജെനുവിനാണോ എന്ന്. ബേബിയും അങ്ങനെ ചെയ്താൽ മതി. ഇന്നലെ തന്നെ ലാലേട്ടൻ എന്നോട് ചോദിച്ചത് ടൂർ വന്നതാണോ എന്നാണ്. അപ്പോൾ ആദില പറയുന്നുണ്ട് അത് അക്ബർ പറഞ്ഞത് കൊണ്ടാണ്, നിങ്ങൾക്ക് പിക്നിക് മൂഡാണെന്ന് അക്ബർ പറഞ്ഞത് കൊണ്ടാണ്. ഉടനെ നൂറ പറയുന്നുണ്ട് അതുകൊണ്ടൊന്നുമല്ല, അങ്ങനെയാണെങ്കിൽ അക്ബർ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു അതൊന്നും ലാലേട്ടൻ ചോദിച്ചില്ല. ഈ കാര്യം മാത്രം ചോദിച്ചെങ്കിൽ നമ്മൾ ഗെയിം താഴോട്ടാണ് പോകുന്നത്. നമുക്കൊരു സൂചന ലാലേട്ടൻ തന്നതാണ് നല്ല രീതിക്ക് കളിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ഇനി അനുമോളുമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനാണ് ഇവരുടെ പദ്ധതി. ഷാനവാസിനെതിരെയും ഇവർ മറിഞ്ഞിരിക്കുകയാണ്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ആദിലയുടെ നോമിനേഷൻ. എന്തായാലും പുതിയ ഗെയിം പദ്ധതികളായിട്ടാണ് ആദിലയും നൂറയും വന്നിരിക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.